സംവിധായകൻ രഞ്ജിത്തിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി ബംഗാളി നടി ശ്രീലേഖ മിത്ര 2009-10 പാലേരി മാണിക്യം എന്ന സിനിമയിൽ അഭിനയിക്കാനെത്തിയപ്പോൾ മോശമായി പെരുമാറി രാത്രി മുഴുവൻ പേടിച്ച് ഹോട്ടലിൽ കഴിഞ്ഞു. പരാതി അറിയിച്ചതോടെ പാലേരി മാണിക്യത്തിലും മറ്റ് മലയാള സിനിമകളിലും പിന്നീട് അവസരം കിട്ടിയില്ല എന്നും ശ്രീലേഖ മിത്ര ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഹേമ കമ്മിറ്റി പോലുള്ള കമ്മിറ്റി മറ്റു ഭാഷകളിലും വേണമെന്നും ശ്രീലേഖ മിത്ര ആവശ്യപ്പെടുന്നു. അങ്ങനെ നമ്പർ 1 വിക്കറ്റ് ആണോ അറിയില്ല, അതിന് മുന്നേ ആരെങ്കിലും വീണോ എന്നുള്ള അറിയില്ല. പക്ഷെ എന്നെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു വിക്കറ്റ് വീണിരിക്കുന്നു. ബുദ്ധിജീവി ക്ലാപ്പ എന്ന് പറഞ്ഞാൽ ബുദ്ധിജീവി രഞ്ജിത്ത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം അറിയാം, പ്രായത്തിൻ്റെയും വേറെ കഴിവിനെയും കാര്യങ്ങളൊക്കെ ബഹുമാനിക്കുന്നു. പക്ഷേ അയാൾ ചെയ്ത കാര്യങ്ങൾ ആ ബംഗാളി നടി അവർ ശ്രീലേഖ മിത്ര ഹാറ്റ്സ് ഓഫ്, അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് ഇവനെ എന്ത് ക്ലാപ്പെന്നാ അവനെ വിളിക്കേണ്ടതെന്നുള്ളത് ആ റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ പോവും. നമ്പർ 1 കാട്ടുകോഴിത്തരം. ഇത്ര അധികം പ്രായമുള്ളൊരു മനുഷ്യൻ അതല്ല, അന്ന് പ്രായമില്ല, ഇത് 2009 കേട്ടോ. നിങ്ങൾ അറിഞ്ഞോന്നറിയില്ല, ഫസ്റ്റ് വെളിപ്പെടുത്തൽ എന്ന് ഞാൻ ഫസ്റ്റല്ല, ഇതിന് മുന്നേ 2-3 പേര് പറഞ്ഞു. പക്ഷേ സ്ട്രോങ് ആയിട്ടൊരു സാധനം വന്നു. കാരണം വെച്ചാൽ ദി സോ കോൾഡ് പവർ ഗ്രൂപ്പോ അന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന അവർക്കെതിരെയുള്ള വെളിപ്പെടുത്തലാണ് വരേണ്ടത്. അല്ലാണ്ട് അവിടെയും ഇവിടെയും അറിയാത്ത ഏതെങ്കിലും കുറേ സിനിമാറ്റോഗ്രാഫേഴ്സോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൺട്രോളർമാരോ പറഞ്ഞിട്ടല്ലല്ലോ, കുറച്ച് പ്രമുഖരൊക്കെ ഇങ്ങോട്ട് വരട്ടെ. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ശ്രീലേഖ മിത്ര എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബംഗാളി ആക്ട്രസ്, അവർ മലയാളം ഫിലിം ഇൻഡസ്ട്രീനെ നോക്കിക്കണ്ടിരുന്നത്, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി എസ്പെഷ്യലി മലയാളം ഫിലിം ഇൻഡസ്ട്രീനെ അത്രയും നല്ലതിൽ നോക്കിക്കണ്ടിരുന്ന ഒരു വ്യക്തി. അവർക്ക് നമ്മുടെ മഹാനടൻ മമ്മൂക്ക, സൂപ്പർ സ്റ്റാർ മെഗാസ്റ്റാർ മമ്മൂക്കാൻ്റെ കൂടെ അഭിനയിക്കണം എന്നുള്ള രീതിയിൽ അത് നോക്കി കണ്ടിട്ട് വന്നിട്ടുള്ള ആ ഒരു ലേഡിക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ഗോഡ്സ് ഓൺ കൺട്രി, നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് നേരിട്ടിട്ടുള്ള ഒരു വളരെ സൂപ്പർ അനുഭവമാണ് അവരിന്ന് വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ കംപ്ലീറ്റ് ഡീറ്റെയിൽ ന്യൂസ് ഇതിൽ പ്ലേ ചെയ്യാം. പക്ഷേ അതിന് മുന്നേ എന്താണ് സമ്മറി എന്നുള്ള കാര്യം, എന്താണ് അവർക്ക് അനുഭവിച്ചിട്ടുള്ള കാര്യം ജസ്റ്റ് ഒന്ന് വിവരിക്കാം. ഇവർ ശ്രീലേഖ മിത്ര ഫസ്റ്റ് ഓഫ് ഓൾ ഹാറ്റ്സ് ഓഫ് എന്ന് പറയാൻ കാരണം അവർ വളരെ മെച്യൂർഡ് വേയിലൂടെ അവർ കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഫസ്റ്റ് തിങ് വെൻ ഷീ ഹാഡ്, അവർക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായ സമയത്ത് ഷീ റെഫ്യൂസ്ഡ് ഇറ്റ്. അവിടുന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കുകയല്ല ചെയ്ത്. ഷീ വാസ് നോട്ട് ഷോക്ക്ഡ്. അതായത് ഏറ്റവും അവർ ഷോക്ക്ഡ് അല്ല, അവർ ഇൻഡസ്ട്രിയിലുള്ള ആളാണ്. അവർ വളരെ ക്ലിയർ ആയിട്ട് മെച്യൂർഡ് വേയിലൂടെ അവർ ഹാൻഡിൽ ചെയ്തു. അവർ തിരിച്ച് സ്വന്തം കാശിന് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് അവർ തിരിച്ചു പോയി. പിന്നീട് അവർക്ക് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് അവസരം കിട്ടിയിട്ടില്ല, അവരിങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവർ കംപ്ലീറ്റ് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. സംഗതി കേസിനാസ്പദമായിട്ടുള്ള സംഭവം, കേസിന് ഉദ്ദേശിച്ച് നാറ്റക്കേസ്. ഓക്കെ, മലയാളം ഫിലിം ഇൻഡസ്ട്രി അത്യാവശ്യം നല്ല രീതിയിൽ നാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നാറാൻ കിടക്കണം നാളെ മറ്റന്നാൾ, അതിൻ്റെ പിറ്റേഴ്സും അതിൻ്റെ അടുത്ത കാഴ്ചകളിലും മാസങ്ങളിലൊക്കെ. ആ നാറ്റക്കേസിൻ്റെ തുടക്കമായിട്ട് വന്നിട്ടുള്ളത് എന്താ വെച്ചാൽ അകലെ എന്ന് പറഞ്ഞിട്ടുള്ള ശ്യാമപ്രസാദിൻ്റെ മൂവിയിലാണ് ഫസ്റ്റ് ഇവർ ആക്ട് ചെയ്തിട്ടുള്ളത് പൃഥ്വിരാജിൻ്റെ കൂടെ. അപ്പോൾ അവിടുന്ന് ഒരു മോശം അനുഭവം അവർക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം ഏകദേശം വ്യക്തമായിട്ടുണ്ട്. കാരണം വെച്ചാൽ അവരതിന് ശേഷമാണ് ഈ പാലേരി മാണിക്യം എന്നുള്ള മൂവിയിൽ മമ്മൂക്കാൻ്റെ വൈഫായിട്ട്, എനിക്ക് തോന്നുന്നു ആ ഒരു ഇതൊക്കെ വിസിറ്റ് ചെയ്യാൻ വരുന്ന ആ ന്യൂജൻ മമ്മൂക്കാൻ്റെ വൈഫായിട്ട് വരുന്ന, അല്ലെ ആ ഒരു ഗസ്റ്റ് റോൾ പോലത്തെ ഷോർട്ട് റോളിൽ വന്നിട്ടുള്ള ഒരു ലേഡിയുടെ പകരം അതിന് മുന്നേ വിചാരിച്ചിട്ടുള്ള ലേഡി ശ്രീലേഖ മിത്ര. ഇവർ വന്ന സമയത്ത് അവിടെ ഫസ്റ്റ് അവർ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് അവർക്ക് അവരുടെ പേഴ്സണൽ ലൈഫ് അത്ര നല്ലൊരു സിറ്റുവേഷനിലല്ല എന്നുള്ളത്. ബേസിക്കലി ഈ കാട്ടുകോഴികളുടെയൊക്കെ ഒരു നമ്പർ എന്താണെന്നറിയോ, ഏതെങ്കിലും ഒരു ലേഡിക്ക് അവരുടെ പേഴ്സണൽ ലൈഫിൽ, അവരുടെ ഹസ്ബൻഡിനായിട്ട്, അവരുടെ മാരീഡ് ലൈഫിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതൊക്കെ അവരുടെ ഒരു സെക്ഷൽ ഫ്രസ്ട്രേഷൻ ആ ഒരു രീതിയിലേക്ക് മാറ്റും. അവരുടെ ആ സംഗതി നോക്കി കാണുകയാണ്. വേറെ ലേഡി അവർക്ക് ആ ഒരു ഹസ്ബൻഡ് ആ സമയത്ത് അവർക്ക് സപ്പോർട്ടീവായിട്ടുള്ളൊരു വ്യക്തി ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ അവർ പേഴ്സണൽ ലൈഫിലുള്ള കുറച്ച് ട്രോമയിലൂടെയും കാര്യങ്ങളിലൂടെയും അവർ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ചങ്ങാതിനെ പരിചയപ്പെടുന്നത്. അതായത് പാലേരി മാണിക്യത്തിൻ്റെ സെറ്റിൽ വരുമ്പോൾ ഈ രഞ്ജിത്തിനെ പരിചയപ്പെടുന്നു. ഏകദേശം ഇവരുടെ ഏജ് അല്ലെങ്കിൽ ഈയുടെക്കാളും കുറച്ചും കൂടി പ്ലസ് ഏജ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാണുമ്പോൾ നല്ല ബുദ്ധിജീവി ക്ലാപ്പനായിട്ട് തോന്നുന്നു. വളരെ സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള ഒരു വ്യക്തി. അപ്പോൾ ആ ഒരു സംസാരവും കാര്യങ്ങളും കേട്ട സമയത്ത് സ്വാഭാവികമായിട്ടും അവർ ഇയാളോട് നല്ല രീതിയിൽ സംസാരിച്ചു. ഓക്കെ, അപ്പോൾ ഇവർ നല്ല രീതിയിൽ സംസാരം മുന്നോട്ട് കൊണ്ടുവരുന്ന സമയത്ത് വൈകുന്നേരം ഇതിന് ശേഷം വീണ്ടും ഡയറക്ടർക്കോ പ്രൊഡ്യൂസർക്കോ വീണ്ടും കാണണം എന്ന് പറഞ്ഞിട്ട് അതൊന്നും അവർ ഷീ വാസ് പുട്ട് അപ്പ് ഇൻ എ ഗുഡ് ഹോട്ടൽ, ഒരു 3 സ്റ്റാർ അല്ലെങ്കിൽ 5 സ്റ്റാർ ഹോട്ടലിൽ അവർക്ക് അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിരുന്നു. അതിനുശേഷം വൈകുന്നേരം ഇവർക്ക് കാണണം എന്ന് പറഞ്ഞിട്ട് അവർ വീണ്ടും വിളിച്ചു വരുന്ന സമയത്ത് അവിടെ എന്തോ ഒരു പാർട്ടി എന്തോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ചെയ്യുന്ന സമയത്ത് ഒബ്വിയസ്ലി അവിടെ ഡ്രിങ്കിങ് ഉണ്ട്.
അവർ പറയുന്നു അവർക്ക് അതുകൊണ്ട് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല എന്ന് പറയുന്നു. അങ്ങനെ ഡ്രിങ്കിങ് നടക്കുന്ന ഇവിടേക്ക് ചെല്ലുന്ന സമയത്ത് ഇയാൾ ആരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ അവർ ബംഗാളിലെ ഏതോ ഫെലോ ഡയറക്ടറോ ഏതോ ബുദ്ധദേവ് ദാസ് ഗുപ്ത അങ്ങനെ ആരോട് സംസാരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. എനിക്കങ്ങനെ മനസ്സിലായത് കേട്ടോ. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഇയാൾ വരുമ്പോൾ ഇയാൾ ഫോണിൽ സംസാരിച്ച് ഫോൺ കൊടുത്തോടുകൂടി ഈ രഞ്ജിത്ത് പറയുന്നു അവരെ ഉള്ളിലേക്ക് വിളിക്കുന്നു. അതായത് ഇവർ താമസിക്കുന്ന ഈ ഉള്ളിലേക്ക് വിളിക്കുന്നു. അവിടെ ഇയാളുടെ ഈ രഞ്ജിത്തിൻ്റെ ബെഡ്റൂം കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിൽക്കുന്നു. ആ ഡാർക്ക് ബെഡ്റൂമിൽ നിന്ന് കൂടി നടന്നു പോയിട്ട് അവർ ബാൽക്കണിയിലേക്ക് എത്തുന്നു. അപ്പോൾ ഷീ വാസ് ഓക്കെ. ലൈക്ക് രാവിലെ അവർ സംസാരിച്ചായിരുന്നു ഇയാളോട്, രഞ്ജിത്തിനോട് ഇയാൾ പ്രോപ്പറായിട്ട് സംസാരിച്ചതിൻ്റെ ബേസിൽ യാതൊരുവിധ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു മോശം കാര്യങ്ങളൊന്നും ഇവർക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം അത്രയും മാന്യനായിട്ടായിരിക്കും രാവിലെ പെരുമാറിയത്. അങ്ങനെ നേരെ ചെല്ലുന്നു. ബാൽക്കണിയിൽ എത്തുന്ന സമയത്ത് ഇവർ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ചങ്ങാതി ഈ കോഴിന്ന് ഞാൻ വിളിക്കാൻ കാരണം എന്താ വെച്ചാൽ ഇയാൾ ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇവർ ഒരു ചുരിദാറിലാണ് ഡ്രസ്സ് ചെയ്തിരുന്നത്. ഓക്കെ, ഒരു നോർമൽ ഡ്രസ്സിങ്ങാണ്, ഇന്ത്യൻ അറ്റയറിലാണ് അവർ ചുരിദാർ ഡ്രസ്സ് ചെയ്യുന്നത്. ലോഡ് ഓഫ് ബാംഗിൾസ്, ഒരുപാട് വളയൊക്കെ അവർ ഇട്ടിരുന്നു പറഞ്ഞു. അപ്പോൾ ഈ വളയൊക്കെ ഇട്ടിട്ട് ഈ ചുരിദാറിൽ അവർ ചെന്ന് സംസാരിക്കുന്ന സമയത്ത് ഇവർ ഫോൺ ചെയ്യുമ്പോൾ ഇയാൾ ഇവരെ വളയിൽ ഇങ്ങനെ തട്ടിയിരുന്നു. വളയിൽ ഇങ്ങനെ വിരലുകൊണ്ട് ഇങ്ങനെ ആക്കി. അപ്പോൾ ഇവർ ചോദിച്ചു അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു റോങ് ഒരു നെഗറ്റീവ് അടിച്ചില്ല. അവർ ചോദിച്ചു ഇപ്പോൾ വളയുടെ ചിലപ്പോൾ ഈ ഡ്രസ്സിങ്ങും വളയും കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾക്കാരായിരിക്കും. കാരണം നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നൊരു ലേഡിയല്ല, അവരുടെ വേഷം അങ്ങനെ ആയിട്ടായിരിക്കും. അത് ഒരു മലയാളി എന്നുള്ള എനിക്ക് ആൾക്ക് ചിലപ്പോൾ കാണാത്ത സംഭവം അങ്ങനെ കണ്ടതെന്ന് വിചാരിച്ചിട്ട് അവരങ്ങനെ ഇഗ്നോർ ചെയ്തു. അങ്ങനെ സ്കിന്നിൽ തൊടാൻ തുടങ്ങി. അപ്പോഴും അവർക്ക് അങ്ങനെ കാര്യമായി റോങ് അടിച്ചില്ല. ഇവർ ഈ റോങ് അടിക്കാത്ത സംഭവം ഇയാൾ വിചാരിച്ചു, ഈ കാട്ടുകോഴിയായിട്ടുള്ള മിസ്റ്റർ രഞ്ജിത്ത് സാർ വിചാരിച്ചു ഇത് ഇവരുടെ കൺസെൻ്റ് ആണെന്നുള്ളത്. ദിസ് ഇസ് വാട്ട് നോർമലി ഹാപ്പൻസ്. അപ്പോൾ എന്താ വെച്ചാൽ ഇത് ഇവരുടെ കൺസെൻ്റ് ആണ് എന്നുള്ള കാര്യങ്ങൾ എന്ന് ഇയാൾ വിചാരിച്ചു. പക്ഷേ ഇവർ പറഞ്ഞൊരു വാലിഡ് പോയിന്റ്, ഞാൻ ഈ ക്ലിപ്പ് പ്ലേ ചെയ്യാം കേട്ടോ. ഇവർ പറഞ്ഞൊരു വാലിഡ് പോയിന്റ് ഉണ്ട്, സ്ത്രീകൾക്കൊരു സിക്സ്ത് സെൻസ് ഉണ്ട് എന്ന് പറഞ്ഞു, വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്കിങ് തോന്നി. കാരണം വെച്ചാൽ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ആൾക്കാരുടെ നോട്ടം റോങ് ആവുന്നു എന്ന് അവർക്ക് മനസ്സിലാവും. ഈ പുരുഷന്മാർക്ക് ഒരു പക്ഷേ ചിലപ്പോൾ ഒരു സ്ത്രീയോട് ഒരു പുരുഷനുള്ള റോങ് നോട്ടം ചിലപ്പോൾ പുരുഷന്മാർക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും സ്ത്രീകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം വെച്ചാൽ അതങ്ങനെയാണ് സംഗതി, അവർക്ക് പെട്ടെന്ന് റോങ്. അപ്പോൾ ഇവർക്ക് എന്താ വെച്ചാൽ ആ ഒരു സിക്സ് സെൻസിന് അവർക്ക് മനസ്സിലാക്കണം ഇയാളുടെ സംഗതി റോങ് ആണോ സംശയം കുടുങ്ങിയവർക്ക് എന്ന് പറഞ്ഞു. ഓക്കെ, ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈ ചങ്ങാതി കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇവർ കൈമുന്ന് ഈ വളയിലിങ്ങനെ തലോടലുണ്ടല്ലോ, വിരലുണ്ടല്ലോ, എന്താ പറയുക അങ്കുലീയ സ്പർശം എന്നൊക്കെ പറഞ്ഞാൽ ഈ പരിപാടി ഇയാൾ മാറ്റിയിട്ട് ഇയാൾ നേരെ ഇവിടെ കഴുത്തിലേക്ക് ആക്കി മാറ്റുന്നു. എങ്ങനെ ഇരിക്കണം മറ്റാൾ പറഞ്ഞാൽ നേരെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവരെ കഴുത്തിൽ വിരൽ കൊണ്ട് തലോടുന്നു. ഇവരവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. സ്വന്തം അവർക്കൊരു സ്വീറ്റ് റൂം കിട്ടിയിട്ടുണ്ട്, അവരവിടെ പ്രൊവൈഡ് ചെയ്ത് ആ റൂമിലേക്ക് അവർ പോകുന്നു. അവർ ഓൺ ദ സെയിം ടൈം തന്നെ ഈ ചങ്ങാതിരെ ഈ ഒരു സെക്ഷൽ അഡ്വാൻസ്മെൻറ്റ് ഇവർ റിജക്റ്റ് ചെയ്യുന്നു. വളരെ ബോൾഡായിട്ടും വളരെ മച്ചുവറായിട്ടും ഇവർ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് അവർ പറയുന്നു നോ എന്നൊരു വാക്ക് ഇവർ പറയുന്നു. ഇതാണ് അതോടുകൂടി ഇവർക്ക് മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മേഖലയോടുകൂടി വെറുപ്പ് വരുന്നു. അവരുടെ മുന്നിൽ മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്നുള്ള വാതിലും കൊട്ടി അടയ്ക്കപ്പെടുന്നു. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നീട് അവർക്ക് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് യാതൊരുവിധ അവസരങ്ങളും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അവരുടെ വെളിപ്പെടുത്തലിലൂടെ അവർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതിനുശേഷം അവർ ഡയറക്ടറാന്ന് തോന്നുന്നുണ്ട്, അവർ ജോഷിയോട് സംസാരിച്ചു, കാര്യങ്ങൾ പറഞ്ഞു. ബട്ട് നത്തിങ് ഹാപ്പൻ. അവർ പറഞ്ഞു അന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊന്നുമില്ല, അന്ന് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു എന്ന് പറയുന്നു. നത്തിങ് ഹാപ്പൻഡ് ആഫ്റ്റർ ദാറ്റ്. അവർക്ക് യാതൊരുവിധ സപ്പോർട്ടും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. ഷീ വെൻ ബാക്ക് ഹോം. 18,000 രൂപ അവർ സ്വന്തമായിട്ട് കയ്യിൽ നിന്ന് ഫ്ലൈറ്റിൻ്റെ പൈസ മുടക്കിയിട്ടാണ് അവർ പോയത് എന്ന് പറയപ്പെടുന്നു. ഏതായാലും ആ ഒരു ക്ലിപ്പ് ഞാൻ അവിടെ പ്ലേ ചെയ്യാം. ഇതിന് ശേഷം ഇവർ അന്ന് രാത്രി ഹോട്ടൽ റൂമിൽ ഒറ്റയ്ക്കാണ് കിടന്നത്. അവർ പേടിച്ച് കിടക്കുകയായിരുന്നു. ഇതിൻ്റെ മാസ്റ്റർ കീ മറ്റൊരിടത്തുണ്ടോ, ഇതിനേക്കാളും കൂടുതൽ ആൾക്കാർ വന്ന് എന്നെ അപായപ്പെടുത്തുമോ അല്ലെങ്കിൽ സെക്ഷൽ ഹരാസ്മെൻറ്റ് നടത്തുമോ എന്നുള്ള പേടിയിലാണ് അവരിവിടെ നടന്നതെന്നുള്ള പറയുന്നത്. പുറത്തുനിന്ന് വന്ന ഒരാളാണ്. അപ്പോൾ അവർക്ക് അന്ന് തന്നെ മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്താണെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. റിമെമ്പർ വൺ തിങ്, അവർ പറഞ്ഞ കാര്യത്തിലാണ് ഷീ വാസ് നോട്ട് ഷോക്ക്ഡ്. അവർക്ക് ഷോക്ക് ഉണ്ടായിരുന്നില്ല, ബിക്കോസ് ഇറ്റ് ഹാപ്പൻസ്. അവർ പറഞ്ഞു ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും ഫിലിം ഇൻഡസ്ട്രിയിൽ എന്ന കാര്യം അവർക്ക് അറിയാം. അവർ പറഞ്ഞു. അതേപോലെ തന്നെ വേറൊരു ഇൻസിഡൻറ്റ് ആയെന്ന് വെച്ചാൽ ഇവരോട് ഇതിൻ്റെ ഷൂട്ടിങ് പാരീസിലെവിടെയും പിടിയും പുറത്തൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞു കേട്ടോ, പുറത്തൊക്കെ ഇതിൻ്റെ ഷൂട്ടിംഗ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അവിടെ പോകേണ്ടി വരും. പക്ഷെ ആ പോകുന്ന സമയത്ത് അവരുടെ ഹെയർ സ്റ്റൈലിസ്റ്റിനെ കൂടെ കൂട്ടാൻ പാടില്ല എന്ന് പറഞ്ഞു, ഹെയർ ഡ്രസ്സറൊക്കെ കൂടെ കൂട്ടാൻ പാടില്ല എന്ന് പറഞ്ഞു അവരോട്. അവരൊറ്റയ്ക്കേ വരാൻ പാടുള്ളൂ. പക്ഷേ അവരത് സമ്മതിച്ചില്ല. ബഡ്ജറ്റ് ഇഷ്യൂസ് കാരണം അവർക്ക് പറ്റില്ല എന്ന് അവരോട് പറഞ്ഞു. പക്ഷെ അവർ പറഞ്ഞു എനിക്കത് ശരിയാവില്ല, അവർക്ക് ആളെ കൂടെ വേണം എന്നുള്ള ആ ഒരു സംഗതി അവർ റിജക്റ്റ് ചെയ്തത്. അപ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ ഈ സ്ത്രീനെ ഇതിന് കിട്ടില്ല. കണ്ട സമയത്ത് വിചാരിച്ചിട്ടുണ്ടാവും ഇതിന് ഈസി ആയിട്ട് സംഭവം കിട്ടുമെന്നുള്ളത്. പക്ഷെ അത് കിട്ടില്ല എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കിയോണ്ടൊക്കെയാണ് അവരെ പിന്നെ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് ആരും വിളിച്ചിട്ടുമില്ല. പോരാത്തതിന്
ആ ഒരു ഫിലിമിനും അവർക്ക് ചാൻസ് കിട്ടിയില്ല. നമുക്ക് അവർ പറയുന്ന ആ ഒരു ക്ലിപ്പ് ഒന്ന് കേൾക്കാട്ടോ. I met the director in the morning and we had done some photo shoot. We spoke about films and he was quite educated, knowledgeable, and we spoke about random. And I was in such a state, I spoke about my bit of personal life, the state I was in. So, could you ready to take up the name? Who is that guy? if I'm not mistaken, his name is Ranjit. Director Ranjit. Director Ranjit, and he The movie is Paleri Manik. probably. I was supposed to act with Mr. Mammootty, so it was very big for me. And since I like South Indian films, especially Malayalam films, I was very keen on working. So I went with a lot of hope that I'm going to work in the South film industry, Malayalam film industry. ആ മലയാളം ഫിലിം ഇൻഡസ്ട്രി ഇപ്പോൾ അവർക്ക് ഏകദേശം അവർക്ക് അന്ന് തന്നെ വിവരം കിട്ടിയില്ലേ, അവർക്ക് അന്ന് തന്നെ വിവരം കിട്ടി. അപ്പോൾ ആ മലയാളം, പക്ഷേ ഒരു കാര്യം സമ്മതിക്കണം കേട്ടോ, ഈ പറഞ്ഞിട്ടുള്ള മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലാണ് ഇങ്ങനെ ഒരു ഹേമ കമ്മീഷൻ വന്നിട്ടുള്ളൂ. അത് അവർ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഹേമ കമ്മീഷൻ അല്ല, ഹേമ കമ്മിറ്റി അല്ല, കമ്മീഷനല്ല, കമ്മിറ്റി കേട്ടോ, രണ്ടും ഡിഫറെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ വേറെയുള്ള ഫിലിം ഇൻഡസ്ട്രിയിലും ഇത് വരണം എന്ന് അവർ ആഗ്രഹിക്കുന്നു എന്ന് കൂടി പറയുന്നുണ്ട്. അത് സംഗതി, എന്ത് സംഗതി പൂഴ്ത്തി വെച്ചാലും 4-5 വർഷം ഇത് പൂഴ്ത്തി വെച്ചിട്ടുണ്ടെങ്കിലും എല്ലാവരുടെ പേരും ഭയങ്കര വിറ്റാലേ. റിപ്പോർട്ടൊക്കെ വന്നു, പക്ഷെ അത് 5-6 കൊല്ലം പൂഴ്ത്തി വെച്ചു, എല്ലാവരുടെ പേരും വെട്ടി. പക്ഷെ വെട്ടിയപ്പോൾ അതിൽ വേറൊരു പൊട്ടത്തരം പറ്റി. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ കേട്ടോ അറിയില്ല, 46ാമത്തെ ഖണ്ഡികയോ ഏതൊരു ഖണ്ഡിക ഇവർ ഖണ്ഡിച്ച് കളയാൻ മറന്നു. ആ മറന്നതിൻ്റെ പേരിൽ ഉന്നതരിലേക്ക് വിരൽ ചൂണ്ടുന്നൊരു സാധനം അതിൽ ഇപ്പോഴും കിടക്കണം. അങ്ങനെ വേറെ സംഗതി ഞാൻ വേറെ വീഡിയോ ചെയ്യാട്ടോ. Was there. You want to talk to him? I said, yeah, sure. Okay, come. I thought maybe he was calling me to the other room because there were a lot of people, there were a lot of noise. So I followed him. So his bedroom was dark and there was this adjoining balcony and he went there and I followed him. So I was talking with Renu over the phone and I was dressed in a churidar, very Indian, with a lot of bangles and stuff, and he was standing beside me and he was playing with my bangles, and touching my skin, as if accidentally and stuff. So we women, we have this sixth sense. We know touch, or we know what's happening around you. We have this, we are always on a safeguard now to protect ourselves. Okay, we are taught that way from right beginning. So I felt little uncomfortable because I'm not in that friendlier zone with him that he could, just play with my bangles. But I was trying to give him that benefit of doubt. I thought maybe I'm overthinking about this. Maybe he just wants to. ഇയാൾ വിരലിൽ തൊട്ട സമയത്ത് അവർ കൺസെൻറ്റ് കൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്നാണ് ആ വിചാരിച്ചത്. ഓക്കെ, പക്ഷേ ഇവരെന്താ പറഞ്ഞു വെച്ചാൽ അവർ പറഞ്ഞിട്ടില്ലേ, അവർ അങ്ങനത്തെ ഒരു ഫ്രണ്ട്ലിയർ സോണിലായിരുന്നില്ല അയാളോടൊന്ന്. സോ ദാറ്റ് യു കുഡ് അലൗ ഹിം ടു ടച്ച് യുവർ സ്കിൻ, ആ ഒരു സോണിലായിരുന്നില്ല അവരിന്ന്. പക്ഷേ ആ ഒരു ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് അയാൾക്ക് കൂടെ, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ സംസാരിച്ചില്ലേ. അതായത് ആ ഒരു ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് അയാൾക്ക് കൊടുക്കാൻ വിചാരിക്കുന്നു എന്ന്. ഇനിയിപ്പോൾ അവരിതാണല്ലോ എന്ന് അവർ വിചാരിച്ചതിൽ തെറ്റുണ്ടോ എന്നുള്ളത് അറിയില്ലല്ലോ എന്ന്. See my bangles, maybe Kerala, whatever. I don't know what. കേരള പീപ്പിൾ അങ്ങനെയല്ല. I was thinking, but I was not feeling okay with it. I was not comfortable with it. And it was dark, very dimly lit room. And so I was, trying to talk and... വെരി ഡിംലി ലിറ്റ് റൂം എന്ന് മൂപ്പര അതിനുള്ള ആംബിയൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുക ഒന്ന് കോഴി. I was play acting. And then all of a sudden, after he noticing that I'm not kind of protesting, not taking my hand back or saying anything to him, he tried to play with my neck, my hair, which was not done. So I excused myself. I got out of the room. It's shocking. Look, this isn't shocking because I know that how film industry works by and large. I know how film industry works. This is very important. അവർ പറഞ്ഞൊരു സംഭവം അവർക്കത് ഷോക്കായില്ല. അതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്, അവർക്കത് ഷോക്കായില്ല. The Me Too movement, Harvey Weinstein, he was one of the big producers of Miramax. But normally I knew that no one gets actually raped unless and until the other person gives her or his, consent to it.
വെരി ഇമ്പോർട്ടൻ്റ് ആണ് അവർ പറഞ്ഞ കാര്യങ്ങൾ. കാരണം വെച്ചാൽ ഒരു ഫസ്റ്റ് കാര്യം അവർ ആ ഫസ്റ്റ് റിയാക്ട് ചെയ്യാത്തപ്പോൾ ഈ ചങ്ങായി വിചാരിച്ചു അവർ കൺസെൻ്റ് ആണെന്നുള്ളത് അല്ലേ. ആൻഡ് സെക്കൻഡ് ടൈം വെൻ ഷീ റെഫ്യൂസ്ഡ് അവരതിനെ റെഫ്യൂസ് ചെയ്ത ഉടനെ തന്നെ അവർ പറഞ്ഞാൽ ഒരാളും അവരുടെ സമ്മതം ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല. ഇവരെപ്പോലെ ചിലപ്പോൾ ബോൾഡായ ആൾക്കാരായിരിക്കില്ല, ഈ ഇതിനേക്കാളും പ്രായം എക്സ്പീരിയൻസ് ഒക്കെ കുറഞ്ഞിട്ടുള്ള കുട്ടികളല്ലേ. ചിലപ്പോൾ അവർക്ക് ഇതേപോലെ ഈ ചങ്ങായിനെ പോലെയൊക്കെ വലിയ മഹാനായ ഡയറക്ടർ ആവശ്യപ്പെടുന്നവൻ അല്ലെങ്കിൽ മഹാനടൻ അല്ലെങ്കിൽ മഹാനടി നടിയില്ല അല്ലെങ്കിൽ മഹാനടൻ ഇവരൊക്കെ പറയണ സമയത്ത് സ്വാഭാവികമായിട്ട് ഒരു പക്ഷേ ചിലപ്പോൾ ഈ കുട്ടികളൊക്കെ ഒന്ന് എതിർക്കാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കാം. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഒബ്വിയസ്ലി ഇപ്പോൾ നമുക്ക് തന്നെ ഇപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരെന്നൊക്കെ പറയുമ്പോൾ ഒരു മാഫിയാണ്, ഒരു ഭയങ്കരമാണ്, അവർ പുറകിൽ എന്നൊക്കെ അല്ലേ, അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ ഇത് ചെറിയ പെൺകുട്ടികളുടെ കാര്യമൊന്നും പറയേണ്ട ആവശ്യമില്ല, അവരും അങ്ങനെ തന്നെയല്ലേ വിചാരിക്കുള്ളൂ അല്ലേ. So, but we always know that there are people, it's an industry, there are good, bad, ugly people who like to take advantage of you. So, that's the reason, our parents always try. I mean, my parents was not okay with me joining the film industry, but... ഓക്കെ, ഇതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾ നോക്കുക, ഏഷ്യാനെറ്റിലോ എവിടെയോ കിടക്കുന്നുണ്ട്. എന്തായാലും ഇത്ര തന്നെ ഉള്ളൂ സംഗതി. ഇതോടുകൂടി അവർ അവിടുന്ന് സ്വന്തം ടിക്കറ്റ് എടുത്തിട്ട് സ്വന്തം പൈസയ്ക്ക് 18,000 രൂപ ചിലവാക്കി ടിക്കറ്റ് എടുത്തിട്ട് അവർ അവിടുന്ന് സ്ഥലം വിട്ടു. ഇപ്പോൾ ഇതൊരു വെളിപ്പെടുത്തലാണ്. ഇനി ഇതിന് മറുപടിയായിട്ട് മറ്റാൾ പത്രക്കാരുടെ മുന്നിൽ സിഗരറ്റ് വലിച്ചു വന്നിരിക്കുമോ പണ്ട് വന്ന പോലെ. ഇതിന് മുന്നുള്ളൊരു സംഗതി, ഒരു പബ്ലിക് അപ്പിയറൻസ് നടത്തിയത് ഒരു പ്രാവശ്യം സിഗരറ്റ് വലിച്ചിട്ട് ഇൻ്റർവ്യൂസിനെ ഫേസ് ചെയ്തു. വെൻ ദേ വാസ് എ ലേഡി ദർ അല്ലേ, ലേഡി ജേർണലിസ്റ്റിന് മുന്നിൽ ഇയാൾ പുക വലിച്ചുകൊണ്ടൊരു മറുപടി കൊടുത്തു. അതിന് മുന്നേ 2 അടിച്ചിട്ട് സ്റ്റേജിൽ കയറി. അപ്പോൾ ഇതിന് ഇനി എന്താണ് അയാൾ ചെയ്യാമെന്നറിയില്ലല്ലോ അല്ലേ. അടുത്ത എന്ത് സ്റ്റെപ്പാണ് ദി ഗ്രേറ്റ് ആക്ടർ, ഡയറക്ടർ, വാട്ടെവർ കോഴി രഞ്ജിത്ത് സാർ എന്ത് മറുപടിയാണ് പറയണമെന്ന് അറിയില്ലല്ലോ അല്ലേ.